ഒരു ഇന്റർവ്യൂവിന് താഴത്തെ കമന്റിൽ ഞാൻ ഒരാളുടെ കമന്റ് വായിച്ചതാ. അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു കുറച്ച് ക്യാഷ് കൊടുക്കാനായിട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പാവപ്പെട്ട ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുത്തോളൂ എന്നാ. അതിൽ യാഥാർത്ഥ്യം അതെന്നെ വിളിച്ചിരുന്നു. ഒരു അമ്മയും വിളിച്ചിരുന്നു. അതെയോ? നമുക്ക് പണത്തിന്റെ ആവശ്യം വന്നില്ല, ശരിക്കും പണത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇതുവരെ പണത്തിന്റെ ആവശ്യമായിട്ട് വന്നിട്ടില്ല. ആവശ്യം വരാറുണ്ട്, അത് കാര്യം അനാഥമൃതങ്ങൾ വരുമ്പോഴാണ്. ചേട്ടന്റെ മറുപടി കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പ്രത്യേകമായി, അർഹതപ്പെട്ടവർക്ക് കൊടുക്കൂ, എനിക്ക് പൈസയുടെ ആവശ്യം. വിളിക്കാറുണ്ട്, ഇങ്ങനെ ചാനൽ വിളിക്കാറുണ്ട്, കുറേ സാധനം വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട. എന്നാലും ചിലവര് ആയിരിക്കും നമുക്ക് വലിയ മൃതത്തിനെടുത്തോളാം, തുണിയൊക്കെ വാങ്ങിച്ചോളാം. നമുക്ക് ഏറ്റവും ഇപ്പൊ നിലവിൽ മൃതദേഹത്തിന് കിട്ടാത്ത ഒരു ബോഡി ബാഗ് എന്ന് പറഞ്ഞൊരു ബാഗ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതാണ്. പല ആൾക്കാർ സിനിമയെ കണ്ടിട്ടുള്ള സാധനം. ഇപ്പൊ അത് സ്റ്റോക്ക് നിർത്തി. അപ്പൊ അങ്ങനെ അത് അന്വേഷിച്ച് വന്നപ്പോ ഒരു സാറ് പറഞ്ഞു പൈസ എത്രയും തരാം, ഒരു കുഴപ്പമില്ല, എത്ര മണി വാങ്ങിച്ചോ പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ ആയിട്ടൊന്നും വേണ്ട, അദ്ദേഹത്തിന് വാങ്ങിച്ചു തരാനും ബുദ്ധിമുട്ടുണ്ട്, പൈസ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞോണ്ടാ. അത് എന്തോരം മണി വാങ്ങിച്ചാൽ റെഡിയായിരുന്നു, ഒരു കുഴപ്പമായിരുന്നു. എപ്പോഴും വിളിച്ചോളാം അദ്ദേഹം പറഞ്ഞു, എപ്പോഴൊക്കെ ചാറ്റും ചെയ്യും. പൈസയുടെ ആവശ്യം വരാത്തോണ്ടാ, പൈസക്ക് ആവശ്യത്തിലും വന്നല്ല. ഇത് വാടക വീടല്ലേ? വാടക വീടാണ്. സ്വന്തമായിട്ട് വീട് വിറ്റിട്ടാണ് വാടക വീട്ടിലേക്ക് വന്നത്. ആണോ? എനിക്ക് ശ്മശാനത്തിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 6 ലക്ഷം രൂപ എല്ലാ ശ്മശാനത്തിലും കൂടി. എനിക്ക് ശ്മശാനത്തിൽ കടം തരും. കടം തരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുക വരുന്ന അവിടെ തരാന്നല്ല, എനിക്കൊരു മൃതദേഹം കടമായിട്ട് അടക്കം ചെയ്യാം. ഒന്നില്ല, എനിക്ക് പൈസ ഉള്ളപ്പോൾ കൊടുത്താൽ മതി. അനാഥ മൃതദേഹങ്ങൾ കടം തീർക്കാനാണ് സ്വന്തം വീട് വിറ്റത്. എല്ലാ മൃതദേഹങ്ങളും അടക്കം ചെയ്തപ്പോൾ എനിക്ക് എല്ലായിടത്തും ബാധ്യത നല്ലൊരു എമൗണ്ട് ബാധ്യത. അപ്പൊ പല ശ്മശാനങ്ങളിലും ചിലവര് പഞ്ചായത്തിൽ നിന്ന് ഇത്ര വർഷത്തേക്ക് കരാറെടുക്കണ്ട, കരാറ് തീർത്തുമ്പോൾക്ക് ബാധ്യത തീർക്കണം. അങ്ങനെ ഇപ്പൊ ചന്ദ്രചേട്ടനൊക്കെ അമ്പാട്ട ശ്മശാനം 2.5 ലക്ഷം രൂപയുടെ ശ്മശാനം എനിക്ക് വേണ്ടി കത്തിച്ചിട്ടുള്ള 2.5 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന മൃതദേഹങ്ങൾ കത്തിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏറ്റെടുക്കുന്ന മൃതദേഹങ്ങൾ, ഒരു മൃതദേഹം കത്തിക്കുമ്പോൾ കുറഞ്ഞ 4,000 രൂപ ചെലവുണ്ട്. അപ്പൊ അത്രയും ഒന്ന് ആലോചിച്ച് എത്ര വർഷം കൊണ്ട് അദ്ദേഹം ഒരു 15-20 വർഷമായിട്ട് അമ്പാട്ട് മാത്രം നടത്തിക്കൊണ്ടിരുന്ന പുള്ളി ഒഴിഞ്ഞു പോയപ്പോൾ അങ്ങനെ കുറെ ബാധ്യത വന്നപ്പോൾ വീട് കൊണ്ടുവന്നു. അപ്പൊ സാറുമാരെ തന്നെ സഹായിച്ച നമ്മളെ 4 സ്റ്റേഷനിൽ നടന്നൊരു സാറ് വീട് വെക്കാൻ സഹായിച്ച് അദ്ദേഹം പൈസ തന്നു. മൊത്തം ബാധ്യത തീർത്തു, എല്ലാ ശ്മശാനത്തിലും ബാധ്യത തീർത്തു. ഇനി ഇപ്പൊ വന്ന ബാധ്യതകൾ മാത്രമേ ഉള്ളൂ ശ്മശാനത്തിൽ. അതും ഇതിലേതിൽ സാറുമാര് സഹായിക്കാറുണ്ട്. ഇപ്പം നമ്മള് സ്ത്രീകള് ചിലപ്പോൾ വീട്ടിലെ ചെലവുകള് നോക്കാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം അനാഥരായിട്ടുള്ള മൃതദേഹങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പണം മുടക്കി, അല്ലെങ്കിൽ ഇദ്ദേഹം കടം തീർക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വേണ്ട എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? വേണ്ട എന്ന് പറയാൻ തോന്നിയിട്ടില്ല. അതിനൊരു എമൗണ്ട് മാറ്റി വെക്കാറുണ്ട്. എന്നെ എപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പൊ നല്ലൊരു വർക്ക് കിട്ടി, അത്യാവശ്യം എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് മാറ്റി വെക്കും. അത് വീട്ടായിട്ട് കൂട്ടി കുഴക്കാറില്ല, അത് വേറെ ആയിട്ട് വെക്കാറില്ല. വീട്ടിലങ്ങനെ ഇന്നവരെ അരിക്ക് പഞ്ഞം വന്നിട്ടില്ല, അരിക്ക് ഇന്നവരെ ബുദ്ധിമുട്ടിയിട്ടില്ല. സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പോലീസുകാരെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജർട്ടിയ മാഡം ഒരുപാട് കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് കണ്ടതാ മാഡത്തിനെ. മാഡം കാശ് അത് അങ്ങനെ ഒരുപാട് സഹായിക്കാറുണ്ട്. അതെ അല്ലേ? ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പലപ്പോഴായി നമ്മളിന്ന് സംസാരിച്ചതിൽ മൃതദേഹങ്ങളിൽ നിന്ന് നെയ്യ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. എനിക്കതൊരു പുതിയ അറിവ്. മൃതദേഹത്തിൽ നിന്ന് നെയ്യ് ഇങ്ങനെ ഊർന്നിറങ്ങും. നമ്മള് കൊളസ്ട്രോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് നമുക്ക് അങ്ങനെ തളം കെട്ടി നിൽക്കുന്നു, അങ്ങനെ എന്തോ ഞാൻ കേട്ടു. പഴക്കം ചെന്ന മൃതദേഹങ്ങളുടെ സമീപത്ത് രക്തത്തോടെ സ്രവത്തിന്റെ കൂടെ എപ്പോഴും നെയ്യുണ്ട്. മഞ്ഞ പാള കാണുന്നത് നെയ്യാ. രക്തത്തിൽ നിന്ന് വേർതിരിച്ച് ഈ നെയ്ക്കൊരു പ്രത്യേകമുണ്ട്. ജലാംശത്തിലോ ഉപരിതലത്തിലോ വേർതിരിച്ച് ടൈൽമയാണെങ്കിലും തറകളിലാണെങ്കിലും വേർതിരിച്ച് കിടക്കും. ജലത്തിലാണെങ്കിലും ഉപരിതലത്തിൽ അത് ഓരോ ആകൃതിയിലും നെയ്യ് വ്യത്യസ്തമായ രീതിയിൽ കിടക്കും. നെയ്യാണ്. നെയ്യ് നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു. രക്തം പറ്റിപ്പിടിക്കാനായാലും വേഗതയിൽ നെയ്യ് പറ്റിപ്പിടിക്കും. രക്തം കഴുകിയാൽ പോയാലും നെയ്യ് കഴുകിയാൽ പോവില്ല. അത് ഈ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായ നെയ്യ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് എന്നല്ല, ഒരു 2-3-4 വർഷങ്ങൾക്ക് നെയ്യ് ഏറ്റവും കൂടുതൽ കണ്ടത് സീരിയൽ ആർട്ടിസ്റ്റ് മോനിഷയുടെ മരണത്തിലാണ്. ആത്മഹത്യയിൽ 2 പേര് ആത്മഹത്യ ചെയ്ത് പറവൂർക്കാവില. ആ റൂമിലെ ഫ്ലാറ്റ് മൊത്തം നെയ്യും രക്തവും സ്രവവും കൊഴുപ്പും സ്കിന്നുമായിരുന്നു. അപ്പോൾ അത് കാരണം എങ്ങും പോകാൻ മാറുകില്ല, വറ്റാൻ മാറുകില്ല, ഒന്നും മാറുകില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നന്നാണ്. അതാ ഏകദേശം ഒരു ചെരുപ്പിൻ്റെ ഈ ചെരുപ്പിൻ്റെ ഈ ഭാഗം വരെ നിറയും, ഈ ഇവിടം വരെ.
അതിന് മാത്രം നെയ്യ് ഉണ്ടാവും. അപ്പൊ അവിടേക്ക് കേറുമ്പോ നമ്മൾ തെന്നി അടിച്ചു. നമുക്ക് പറ്റില്ല, നമുക്ക് അറിയാതെ എങ്ങനെ എവിടെ ചവിട്ടണം എങ്ങനെ ചവിട്ടണം നമുക്ക് അറിയാവുന്നതുകൊണ്ട് എങ്ങനെ കാല് വെക്കണം, കാല് നമ്മൾ നടക്കുമ്പോൾ കാല് എല്ലാവരും നേരെ വെച്ച് കിടക്കണം. പക്ഷെ ഓരോ അപകട സാഹചര്യത്തിൽ നമ്മൾ വെക്കുന്ന കാലിന്റെ പോലെ തെന്നണ പ്രതലത്തിൽ പോലെ നമ്മൾ വെക്കുന്ന കാലിന്റെ രീതി നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യണ പോലെ ഇരിക്കും, നമ്മൾ തെന്നി വീണ്ടും വീഴാതിരിക്കും. അത് ചെയ്ത് പരിചയം അതിനെ പറയാനുള്ള പറയാം എക്സ്പീരിയൻസ് എന്ന് പറയാം. ചെയ്ത് പരിചയം, രക്തത്തിലും നെയ്യിലൊക്കെ ചവിട്ടി നിന്നുള്ള പരിചയം. എല്ലാം തറയിലും കയറി ടൈലിലും പൂളും ടൈലിലൊക്കെ നിന്ന് ഒക്കെ രക്തം അപ്പൊ നമുക്കറിയാം. ഈ മറ്റേത് ജോലിയാണെങ്കിലും ജോലിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറയാൻ പറ്റും, പക്ഷെ ഈ ഒരു ജോലിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഒരിക്കലും നമുക്ക് ആശംസിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന്. ഇല്ല, അംഗീകാരം കിട്ടാൻ മാത്രമുള്ള ജോലിയൊന്നും ഞാൻ ചെയ്യണില്ല. എനിക്ക് അർഹതപ്പെടുന്ന അംഗീകാരമോ അല്ല അർഹതയോ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. എനിക്ക് അതിന് താല്പര്യമില്ല. ഇപ്പൊ അങ്ങ് ഉൾപ്പെടെ വന്ന എല്ലാവരും വിളിച്ചു ചോദിക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ കുറെ പേര് അറിയണം ഈ മൃതദേഹം നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ആരായിക്കോട്ടെ, എനിക്ക് കിട്ടുന്ന മനുഷ്യൻ മൃതദേഹം സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചവരൊക്കെ തന്നെയാണ്. നമുക്ക് കിട്ടുമ്പോൾ വികൃതമായിട്ടായിരിക്കും, തലയോ ഇല്ലാതെയോ ചിതറിയതോ ചിന്നിത്തിരിയതോ പുഴു വരച്ചായിരിക്കും. ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഇവർക്കൊക്കെ ബന്ധുക്കളുണ്ട്, ബന്ധുക്കളുള്ളവരൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ നമുക്ക് എല്ലാ സമൂഹത്തോടും പറയാനുള്ളത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മൃതദേഹവും ഒന്ന് കാണാതെ മൊബൈലും പിടിച്ച് വീഡിയോ എടുത്ത് പോകണം നല്ലത്. ഒന്ന് എന്തെങ്കിലും ഒരു വെള്ളത്തുണി വാങ്ങി പൊതിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആ മനുഷ്യനോട് ചെയ്യണ ഏറ്റവും നല്ലൊരു കാര്യം. അത് മൃഗത്തോടാണെങ്കിലും എനിക്ക് അത് മാത്രമേ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എല്ലാ ഇൻ്റർവ്യൂ ഞാൻ സമ്മതിക്കണം വിളിക്കുമ്പോൾ. പിന്നെ പോലീസുകാരുള്ള തെറ്റായൊരു ഭാവമുണ്ട് ജനങ്ങൾക്ക്, തെറ്റ് മാത്രം കാണണ്ട. ആ തെറ്റ് പറയണവൻ അവനൊരു മൃതദേഹം ആവണമെങ്കിൽ ആ പോലീസുകാരൻ അവനോട് കാണിക്കുന്ന ആദരവുണ്ട്, അത് കണ്ടറിഞ്ഞ് തന്നെ വേണം. ഈ ക്രൗഡിനെ പോലീസ് മരണ വീട്ടിൽ നിന്ന് ക്രൗഡിനെ മാറ്റുന്നത് ചിലപ്പോൾ കൊലപാതക സംശയം ഉണ്ട്. പ്രതികൾ ഈ ജനങ്ങൾ കാരണം തെളിവ് നഷ്ടപ്പെടും. എന്തെങ്കിലും കൊലപാതകം കണ്ടിട്ടുണ്ടോ, ആൾക്കാരെ രോക്ഷം കണ്ടിട്ടുണ്ടോ? ഈ രോക്ഷം കാണുമ്പോൾ അവനെ പോലീസുകാർ സപ്പോർട്ട് ചെയ്യണം, പോലീസുകാർ അവനെ പിടിച്ചിരിക്കണ്, അവനെ സപ്പോർട്ട് ചെയ്യണം, നിയമത്തെ സപ്പോർട്ട് ചെയ്യണം. പോലീസുകാർക്ക് ആ പ്രതിനെ സംരക്ഷിക്കാനല്ല, ഈ ജനങ്ങൾ കാരണം ഈ തെളിവ് നഷ്ടപ്പെടരുത്. മര്യാദക്ക് ഒരു സംഭവം ഉണ്ടായ ആ സംഭവ സ്ഥലത്ത് ജനങ്ങൾ അന്ന് നല്ലതാണെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ല. ഒരാള് അവരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നമ്മളെല്ലാവരും അവനവന്റെ കാര്യം നോക്കണോണ്ടാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കുടുംബത്തിൽ എന്തൊരു ആപത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല സംഭവങ്ങളും ഒഴിഞ്ഞു മാറാം. പലവരും സഹായിക്കാനും പലവരെ മനസ്സാതി മിണ്ടാനും പറയാനൊക്കെ ഉണ്ടാകുന്ന കാലം, അയൽവക്കം സ്നേഹം ഉണ്ടായിരുന്ന കാലത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഇന്ന് കൂടുതലാണ്. കുറവും കൂടും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ അടുപ്പം കുറച്ച് ജനങ്ങളായിട്ടുള്ള. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ ജനങ്ങളായിട്ട് രോക്ഷാകുലരാവും. ഒരു പെങ്കൊച്ചിനെ പട്ടിക്കൂടിലിട്ട് നശിപ്പിച്ച് പോകുന്ന കേസ് ഞങ്ങളുടെ വീണ്ടും തുടരുന്നതാണ്. ജനങ്ങൾ രോക്ഷാകുലരായിരുന്നു. ആ സമയത്ത് കാണിക്കുന്ന അവരെ പോലീസുകാർ ജോലി അനുവദിച്ചാൽ മാത്രമേ ഇവന് ഉണ്ടാവുന്ന തെളിവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തെളിവ് ഇവിടെ നശിപ്പിക്കാൻ ജനങ്ങളാണ് കൂട്ടുക്കണം, ഇവനെ രക്ഷിക്കാൻ കൂട്ടുന്നത് ജനങ്ങൾ തന്നെ. കാരണം ഇവനോട് രോക്ഷം നിർത്തി ഇവൻ തല്ലാനും അവിടെ ഉണ്ടാവുന്ന തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ച് അവർ മര്യാദക്ക് തെളിവെടുപ്പിന് ഒരു പോലീസുകാരെ ഇന്ന് വരെ ഒരു കൊലപാതക കേസിലും ചാനലായിട്ട് കണ്ടേക്കണ ഒരു തെളിവെടുപ്പും മര്യാദക്ക് നടന്നിട്ടില്ല. കാരണം ജനങ്ങൾ സമ്മതിച്ചില്ല. പിന്നെ എങ്ങനെ ഇവന് ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടും? കാരണം തെളിവെടുക്കാൻ ജനങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങളുടെ കുറേ തെറ്റായ ധാരണകളും ജനങ്ങളുടെ ആവേശവും മാറ്റി നിർത്തിയിട്ട് നമുക്ക് മൃതദേഹം കാണുമ്പോൾ മൃതദേഹം എന്നുള്ള ബഹുമാനം കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഒരു മരണം കൊലപാതകം ഇല്ലാതിരിക്കട്ടെ, ഉണ്ടാവുന്ന സ്ഥലത്ത് പോലീസുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ നോക്ക്. പ്രതികൾ എന്നിട്ട് അവൻ ഇറങ്ങി വരുന്ന സമയമുണ്ടല്ലോ, ഇവരൊക്കെ ഇറങ്ങി വരുമ്പോൾ ആരും ഈ പറയണ പോലെ ഇതാ ചെയ്യണം, ആദരിക്കാൻ നടക്കണം, എല്ലാം ചെയ്യുന്നുണ്ട്. പ്രതികൾ ഇപ്പോഴും നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. പല പ്രതികളും 15-16 കേസൊക്കെ ഇല്ലേ ഓരോരുത്തരുടെ പേരിൽ ഈ കൊലപാതകളുടെ വീട്ടിലുണ്ടാവില്ലേ. അപ്പം ജനങ്ങളുടെ ഈ കൂട്ടം കുടിക്കുമ്പോൾ ആവേശം, ഒറ്റയ്ക്ക് വെക്കുമ്പോൾ ഒരു ആവശ്യമില്ല. അപ്പം അതാണ് ജനങ്ങളുടെ കുറേ ഇത്. പിന്നെ മൃതദേഹം ഏത് അപകടം കണ്ടാലും എല്ലായിടത്തും കണ്ടേക്കണത് ഈ ഫോണായിട്ട് വരില്ല. അതാണായാലും പെണ്ണായാലും തുണിയുണ്ടോ തുണിയിലാന്ന് നോക്കല്ല, ഈ മൊബൈലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതും കുറേ മാറ്റണം. ആ കിടക്കണത് നമ്മുടെ ആരെങ്കിലും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ചിന്തിക്കില്ല. ചിന്ത അതാണ്. അങ്ങനെ ആവശ്യമുള്ള സമയത്ത് മനുഷ്യന് ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കണില്ല. അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലേക്ക് കയറ്റി ചിന്തകൾ മാറ്റി വിഷമങ്ങൾ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾക്ക് വന്നുകൂടെ. പിന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ള 2-3 കാര്യമുണ്ട്. നിങ്ങൾ ആത്മഹത്യ ചെയ്യാതിരിക്കുക, ജീവിക്കുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായാലും മരണപ്പെടും, നമ്മൾ ഒരിക്കലും മരണപ്പെടും. അതുവരെ മര്യാദക്ക് ജീവിക്കുക. ഇനി അതിന് കഴിഞ്ഞില്ലേ ആത്മഹത്യ ചെയ്യാൻ അത്ര നിർബന്ധമാണോ? 2 ദിവസം കൂടെ ഒന്ന് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരെ കാണിച്ചു തരാം. അല്ലെങ്കിൽ സ്വന്തം അവയവങ്ങളെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യും. അതേ ഞാൻ പറയുള്ളൂ. അത്താളെങ്കിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. വെറുതെ വാശി കൊണ്ടും ഒറ്റപ്പെടലും വേദനയും കൊണ്ടൊക്കെ ആത്മഹത്യ നിന്ന് അതിനെ നേരിടുള്ളൂ. എല്ലാം ആ മരിച്ച ആളെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കണ്ട, ആത്മഹത്യനെ കുറിച്ച് വീട്ടുകാർക്ക് പോലും വേണ്ട. അതാണ് ചെയ്യാതിരിക്കുക. അതൊക്കെ പറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇതിനൊക്കെ സമ്മതിക്കണം. പിന്നെ എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു ശ്മശാനം കിട്ടുവാൻ, അനാഥ ശ്മശാനം, അതൊരു പ്രതീക്ഷയുണ്ട്. അത് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മരണത്തിന് മുമ്പ് എവിടെയെങ്കിലും ഒരു എല്ലാ മനുഷ്യ മൃതദേഹങ്ങൾക്കും അല്ലെങ്കിൽ മൃഗദേഹങ്ങൾക്കും അടക്കം ചെയ്യാൻ പറ്റിയ ഒരു ശ്മശാനം ഒരു അനുവാദമില്ലാതെ
കാത്ത് കെട്ടി നിൽക്കാതെ ഒരു ശ്മശാനം ഇവിടെ വരാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയൊരു കാര്യമോ എന്നെ കൊണ്ട് കഴിയുന്ന ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന എൻ്റെ കർമ്മം കൊണ്ട് നമ്മൾക്ക് ജന്മത്തിൽ ഒരു കർമ്മം ഉണ്ടല്ലോ, ഒരു കർത്തവ്യം ഉണ്ട്, നമ്മുടെ ജന്മത്തിന് ഒരു അർത്ഥങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ ജീവിതം കൊണ്ടുള്ള ഞാൻ കണ്ടുപിടിച്ച അർത്ഥം ഈ ഇവിടെ ഇല്ലാത്ത ഒന്നാണ് അനാഥ ശ്മശാനം. കേരളത്തിൽ സ്വാതന്ത്ര്യത്തോടെ ഒരു മൃതദേഹത്തിന് അടക്കം ചെയ്യാൻ പറ്റിയ അനാഥ ശ്മശാനം ഇവിടെ ഇല്ല. അതോടെ കണ്ടെത്തുക എന്നുള്ള എൻ്റെ ഒരു ഉദ്ദേശം. ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലമാവട്ടെ. അതുപോലെ ഇത്രയും നേരം അനുഭവങ്ങളും അറിവുകളും ഞങ്ങളോട് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.